കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ITR ഫയൽ ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞു. ഇനി ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫോമുകളാണ് ഫയൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയാം. നമുക്ക് 4 തരം ITRകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ITR 1, 2, 3, 4. ജൂലൈ 31 ഫയൽ ചെയ്യേണ്ട ITR ഈ 4 കാറ്റഗറിയിൽ പെട്ടതാണ്. ITR 1 എന്നുള്ളതാണ് ആദ്യത്തെ ഫോം. അത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ പെൻഷൻ വാങ്ങുന്നവര്, ബാങ്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ, അവരൊക്കെയാണ് ITR 1 ഫയൽ ചെയ്യുന്നത്. ITR 2 ഉണ്ട്. ITR 2 എന്ന് പറയുമ്പോൾ അതും സിമ്പിൾ ആണ്. നമുക്ക് ബിസിനസ് ഇൻകം ഇല്ല, എന്നാൽ ഫോറിൻ ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അങ്ങനത്തെയുള്ള കേസുകളിലൊക്കെ ITR 2 നമുക്ക് ഫയൽ ചെയ്യാം. ITR 3 എന്ന് പറയുമ്പോൾ കമ്പനി ഡയറക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഇൻകം കൂടി ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഉണ്ടെങ്കിലും ITR 3 നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് ITR 4 ആണ്. ITR 4 എന്ന് പറയുമ്പോൾ ബിസിനസ് ഇൻകം ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. 44AD, 44AD എന്നീ സെക്ഷനുകളിലാണ് ആ ഫോം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഈ 4 കാറ്റഗറീസ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോമുകൾ. അത് നമുക്ക് ജൂലൈ 31 വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവരും കൃത്യമായിട്ട് ITRകൾ ഫയൽ ചെയ്യാൻ നോക്കുക. ബാക്കി അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായ ഫോമുകൾ സെലക്ട് ചെയ്ത് ശരിയായ രീതിയിൽ ITR ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ടാക്സ് പെയർ ആവുക. ഗുഡ് ലക്ക്.